السلام عليكم ورحمة الله وبركاته. مرحبا بكم إلى حلقات UGC നെറ്റ് അൽ അറബിയ. UGC നെറ്റ് അറബിക്കിൻ്റെ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്നത് യൂണിറ്റ് 2 അന്നസ്റുൽ അറബി ഹത്തൽ അസ്റിൽ അബ്ബാസി. അബ്ബാസി കാലഘട്ടം വരെയുള്ള അറബി ഗദ്യം. ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത് അൽ ഖുത്വബ ഫിൽ അസ്രിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ പ്രഭാഷകരെ കുറിച്ചാണ്. ഖുസ് ബിൻ സഈദ അൽ ഇയാദി, അക്സം ബിൻ സൈഫി, അംർ ബിൻ മഅദി കരിബ, ഈ 3 ആളുകളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യമായി ഖുസ് ബിൻ സഈദ അൽ ഇയാദി. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ പ്രഭാഷണമാണ് അയ്യുഹന്നാസ് ഇസ്മഉ വഉ മൻ ആശ മാത് വമൻ മാത ഫാത് വകുല്ലു മാ ഹുവ ആതിൻ ആത് ലൈലുൻ ദാജ് വനഹാറുൻ സാജ് വസമാഉൻ ദാതു അബ്റാജ് വഅർദുൻ ദാതു ഫിജാജ് വബിഹാറുൻ ദാതു അംവാജ് മാലി അറ الناس يذهبون ولا يرجعون أرضوا فأقاموا أم تركوا فناموا تبا لأرباب الغفلة والأمم الخالية والقرون الماضية. ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ ഒന്നാണിത്. ഖുസ് ബിൻ സഈദ അൽ ഇയാദി അദ്ദേഹം മരണപ്പെട്ടത് 600-ലാണ്. ഖുസ് ബിൻ സഈദ ബിൻ ഹുദാഫ ബിൻ സുഹൈർ ബിൻ ഇയാദ് ബിൻ നിസാർ അൽ ഇയാദി എന്നാണ് പൂർണ്ണനാമം. കാന നസ്രാനിയൻ യഅതഖിദു തൗഹീദ് വയുഅ്മിനു ബിയൗമിൽ ഹിസാബ്. അദ്ദേഹം നസ്രാനിയായിരുന്നു, തൗഹീദിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു, അന്ത്യനാളിലും വിശ്വസിക്കുന്ന ആളായിരുന്നു. അവ്വലു അറബിയിൻ ഖാതബ മുത്തക്കിഅൻ അലാ സൈഫിൻ ഔ അസ. ഒരു വടിയോ വാളോ കുത്തിപ്പിടിച്ച് പ്രഭാഷണം നടത്തിയ ഏറ്റവും ആദ്യത്തെ അറബിയാണ് ഇദ്ദേഹം. വ അവ്വലു മൻ ഖാല അമ്മാ ബഅദ്. പ്രഭാഷണത്തിൽ ആദ്യമായി അമ്മാ ബഅദ് എന്ന് പറഞ്ഞയാളും ഖുസ് ബിൻ സഈദയാണ്. അവ്വലു മൻ കതബ മിൻ ഫുലാൻ ഇലാ ഫുലാൻ, മിൻ ഫുലാൻ ഇലാ ഫുലാൻ എന്നാദ്യമായി എഴുതിയത് ഇദ്ദേഹമാണ്. വ അവ്വലു മൻ ഖാല അൽ ബയ്യിന അലൽ മുദ്ദഇ വൽ യമീൻ അലാ മൻ അൻകർ. വാദിക്കുന്നയാളാണ് തെളിവ് കൊണ്ടുവരേണ്ടത്, നിഷേധിച്ചവൻ സത്യം ചെയ്യുകയാണ് വേണ്ടത് എന്ന് ആദ്യമായി പ്രഖ്യാപിച്ചതും ഇദ്ദേഹമാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹ്ശറു യൗമൽ ഖിയാമത്തി ഉമ്മത്തൻ വാഹിദ. ഇദ്ദേഹം ശുദ്ധമായ വിശ്വാസമുള്ളയാളായിരുന്നു. ഇദ്ദേഹം അന്ത്യനാളിൽ ഒരു സമുദായമായിട്ട് പുനർജനിപ്പിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മിൻ ഹികമി ഇദാ നഹൈത അനി ശൈഇ ഫബ്ദ ബിനഫ്സിക് വമൻ ളലമക വജദ മൻ യളിമു. നീ ഒരു കാര്യം നിഷേധിക്കുകയാണെങ്കിൽ സ്വന്തം ശരീരം കൊണ്ട് തുടങ്ങണം. നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവനെ ഉപദ്രവിക്കാൻ മറ്റൊരാൾ ഉണ്ടാകും എന്നും ഇദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട വാചകങ്ങളിൽപ്പെട്ടതാണ്. അടുത്തത് അക്സം ബിൻ സൈഫി. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പ്രഭാഷണമാണ് ഇന്ന അഫ്ളലൽ അഷ്യാഇ അആലിഹ വഅഅല റിജാലി മുലൂകുഹ وأفضل الملوك أعمها نفعا وخير الأزمنة أخصبها وأفضل الخطباء أصدقها الصدق منجاه والكذب مهواه والشر لجاجه والحزم مركب صعب والعجز مركب وطي آفة الرأي الهوى والعجز مفتاح الفقر وخير الأمور الصبر حسن الظن ورطة وسوء الظن عصمة. അക്സം ബിൻ സൈഫി ബിൻ റബാഹ് അൽ ഉസൈദി അത്തമീമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. ഖാല കിസ്റ ലൗ ലം യകുൽ ലിൽ അറബി ഗൈറുക ലകഫ. കിസ്റ രാജാവിൻ്റെ അടുത്ത് ഇദ്ദേഹം പ്രഭാഷണം നടത്തിയപ്പോൾ കിസ്റ രാജാവ് പറഞ്ഞു, അറബികൾക്ക് നീയല്ലാതെ മറ്റാരും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് അദ്ദേഹത്തെ പ്രശംസിക്കുകയായിരുന്നു. ഷാറക ഫിൽ മആരിക് വൽ അയ്യാം. അദ്ദേഹം അയ്യാമുൽ അറബുകളിലും യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. വമാത ഫിസ്സനത്തി സാലിസ ബഅദ ളുഹൂരിൽ ഇസ്ലാം. ഇസ്ലാം വന്നതിനു ശേഷം 3 വർഷത്തിനു ശേഷമാണ് ഇദ്ദേഹം മരണപ്പെട്ടത്. ഖറജ ഇല മക്ക ലിൽ ഇസ്ലാം വമഅഹു 100 മിൻ ഖൗമി. ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി തൻ്റെ സമുദായത്തിലെ 100ഓളം ആളുകളുടെ കൂടെ ഇദ്ദേഹം മക്കയിലേക്ക് പുറപ്പെട്ടു. വലാകിൻ മാത ഫി ത്വരീഖി വഅഷ്ഹദ ഖൗമഹു ബിഅന്നഹു അസ്ലം. പക്ഷേ വഴിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. മരണപ്പെടുന്നതിന് മുമ്പ് താൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നതിന് തൻ്റെ സമുദായത്തെ അദ്ദേഹം സാക്ഷിയാക്കി.
فنزلت الآية ومن يهاجر في سبيل الله يجد في الأرض مراغما كثيرا وسعة ومن يخرج من بيته مهاجرا إلى الله ورسوله ثم يدركه الموت فقد وقع أجره على الله وكان الله غفورا رحيما എന്ന ആയത്ത് ആ വിഷയത്തിലാണ് അവതീർണമായത്. മിൻ ഹികമി അൽ ഖറാബ തഹ്താജു ഇല മവദ്ദ വൽ മവദ്ദ ലാ തഹ്താജു ഇല ഖറാബ. അദ്ദേഹം പറഞ്ഞ പ്രസിദ്ധമായ വാക്യങ്ങളിലൊന്നാണ് കുടുംബബന്ധത്തിന് സ്നേഹം ആവശ്യമാണ്, എന്നാൽ സ്നേഹത്തിന് കുടുംബബന്ധം ആവശ്യമില്ല. അടുത്തത് അംർ ബിൻ മഅദി കരിബ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമാണ്. ഇന്നമൽ മർഉ ബി അസ്ഗറൈ ഖൽബുഹു വലിസാനു ഫബലാഗുൽ മൻതിഖി الصواب وملاك النجعة الارتياد وعفو الرأي خير من استكراه الفكرة وتوقيف الخبرة خير من اعتساف الحيرة فاجتبذ طاعتنا بلفظك واكتظم بادرتنا بحلمك وألل لنا كنفك يسلس لك قيادنا وإنا أناس يوقس صفاتنا قراع مناقير من أراد لنا قضما ولكن منعنا حمانا من كل رام لنا هضما. അംർ ബിൻ മഅദി കരിബയെക്കുറിച്ച് വിശദമായി വായിക്കാം. അംർ ബിൻ മഅദി കരിബ ബിൻ അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ അസ്സബീദി എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. കുന്യത്തുഹു അബു സൗർ, അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ് അബു സൗർ. അഹദു സ്വഹാബ ഖതീബുൽ അറബ് വബാതലുൽ ഖാദിസിയ, സ്വഹാബാക്കളിൽ ഒരുവനാണ് ഇദ്ദേഹം. അറബികളിലെ പ്രഭാഷകനാണ്. ഖാദിസിയ യുദ്ധത്തിലെ തേരാളിയാണ്. ഇർതദ്ദ ബഅദ വഫാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ റജഅ ഇലൽ ഇസ്ലാം, പ്രവാചകർക്ക് ശേഷം മുർത്തദ്ദായിരുന്നു, പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു, ശിഷ്ടകാലം സുന്ദരമായി ജീവിച്ചു. ലുഖീബ ബി ഫാരിസുൽ അറബ്, ഫാരിസുൽ അറബ് എന്ന് അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. ലഹു സൈഫുൻ യുസമ്മ സംസാമ, അദ്ദേഹത്തിൻ്റെ വാളിൻ്റെ പേരാണ് സംസാമ. ഷാറക ഫിൽ ഫത്ഹിൽ ഇസ്ലാമി ഫി അഹ്ദി അബി ബക്കർ വ ഉമർ റളിയല്ലാഹു അൻഹുമ ഫി ഷാം വൽ ഇറാഖ്, ഷാമിലും ഇറാഖിലും ഇസ്ലാമിൻ്റെ തേരോട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഷഹീദ മഅറകത്തുൽ യർമൂക്ക് വൽ ഖാദിസിയ, യർമൂക്ക് യുദ്ധത്തിലും ഖാദിസിയ യുദ്ധത്തിലും ഇദ്ദേഹം പങ്കെടുത്തു. കാന തവീൽ അൽ ഖാമ, ഇദ്ദേഹം വളരെ ഉയരമുള്ള ആളായിരുന്നു. ഖാല ഉമർ റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹില്ലദീ ഖലഖനാ വ ഖലഖ അംർ, ഇദ്ദേഹത്തിൻ്റെ വലിപ്പം കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നമ്മളെയും അംറിനെയും പടച്ച അല്ലാഹുവിന് സർവസ്തുതിയുമെന്ന്. ശുക്രൻ അല ദഅം ഇല ലിഖാ ഫിൽ ഹൽഖ അത്താലിയ മഅ അസ്സലാമ.